ഭാരതത്തിലാണെങ്കിൽ എല്ലാം നേടി. ഭാരതം ത്യാഗത്തിന്റെ സന്യാസത്തിന്റെ നാട് എന്നൊക്കെ പറഞ്ഞാലും പഴയ കാലത്ത് പ്രതാപം, ഐശ്വര്യം, ഏറ്റവും സമ്പന്നമായ, അറിവിന്റെ കാലത്ത് ഏറ്റവും വികസിതമായ ഒക്കെ ഭൂപ്രദേശമായിരുന്നു ഭാരതം. അതെല്ലാം നേടി അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി അവിടെ പോയി തപസ് ചെയ്ത, ലോക കല്യാണത്തിന് വേണ്ടി തപസ് ചെയ്ത ഋഷീശ്വരന്മാരുടെ തുടർച്ചയായിട്ട് വന്ന അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് വന്ന സംസ്കൃതിയാണ്. അതായത് ഒരു അസംതൃപ്തിയിൽ നിന്നല്ല, തൃപ്തിയിൽ നിന്നാണ്, പരമമായ തൃപ്തിയിൽ നിന്ന്, പരമമായ ആനന്ദത്തിൽ നിന്നാണ് ഒരാൾ സന്യാസത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് വരുന്നതും അതാണ്. അവർക്ക് ഒന്നും നേടണ്ട, ഒരാളെയും കൂട്ടണ്ട, സ്വസ്ഥമായിട്ടിരുന്നാൽ മതി, ശാന്തി ഉണ്ടായാൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു പാകതയും നമ്മുടെ സംസ്കൃതിയിൽ കുറച്ച് കൂടുതലായിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഭാരതം എല്ലാ ധർമ്മങ്ങളെയും ആശ്ലേഷിച്ച സംസ്കൃതിയായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്മള് ഈ വൈദേശികമായിട്ടുള്ള ആശയങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയിട്ട് അത് നമ്മുടെ ധർമ്മവും അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. 3 കാര്യങ്ങളെ പറഞ്ഞത്: കൃതജ്ഞത, സ്വാതന്ത്ര്യം, ധൈര്യം. ഈ സംസ്കൃതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൽ സെമറ്റിസം കൊണ്ട് കലർത്തിയാൽ നമുക്ക് ഭയവും ഇതൊക്കെ വരും. അല്ലെങ്കിൽ ധീരകളുടെ സംസ്കാരമാണ് ഈ ഗോഡ് ഫിയറിംഗ് എന്നുള്ള കോൺസെപ്റ്റിന് പകരം ആത്മാന്വേഷണത്തിന്റെ ഒരു ധീരമായ യാത്രയാണ് നമ്മുടെ നാട്ടില് സ്പിരിച്വാലിറ്റി. അതെ, ഈ പുറത്തുള്ള ഒന്നിനെയാണ് നമ്മൾ ഭയപ്പെടുക. ഞാൻ തന്നെയാണേ ദൈവം,